അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക പുറത്തുവന്നിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരായിരിക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിയ 74 പേരുടെ പട്ടികയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഭൂരിഭാഗം ജീവനക്കാരും CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലെ അംഗങ്ങളാണ്. TV പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇങ്ങനെ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയിരിക്കുന്നവർ 1400 വലിയ കണക്കാണ്. അതിൽ മൃഗസംരക്ഷണ വകുപ്പിൽ തന്നെ ജീവനക്കാരായിരിക്കെ ക്ഷേമ പെൻഷൻ 74 പേർ വാങ്ങിയിരിക്കുന്നു. ഇവർക്കൊക്കെ തന്നെ CPI ബന്ധം എന്നുള്ള വിവരം പുറത്തുവരികയാണല്ലോ. ഈ വാർത്തയോട് CPI പ്രതികരിക്കുന്നുണ്ടോ, സർക്കാർ പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, ഗുരുതരമായ കുറ്റകൃത്യമാണ് ചില ഉദ്യോഗസ്ഥർ ഇതിൽ ചെയ്തത്. 1458 പേരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആയതിനു ശേഷവും പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷനുകൾ വാങ്ങുകയും ചെയ്തത്. സർക്കാർ ഇവരോട് പുലർത്തുന്ന ഒരു അനുകൂല മനോഭാവം എന്ന് പറയുന്നത് അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നില്ല, അവരുടെ പേര് പുറത്തുവിടുന്നില്ല, അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിലാകെ ഈ 1458 പേരിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 പേർക്കെതിരെയും പൊതുഭരണ വകുപ്പിലെ 6 പേർക്കെതിരെയും മാത്രമാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ഈ 74 പേരുടെ പട്ടിക ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സ്മൃതി, ഇതിൽ മിക്കവാറും ആളുകൾ CPIയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നതാണ്. ഇവരാരും, നമ്മൾ അന്വേഷിച്ചവരിൽ ആരും PSC വഴി വന്നവരല്ല. എല്ലാവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് വന്നിരിക്കുന്നത്, ജോലിയിലേക്ക് കയറിയിരിക്കുന്നത്. വിധവകളും ഭിന്നശേഷിക്കാരുമാണ് ഈ പട്ടികയിൽ ഉള്ളവരെല്ലാം. അവരിൽ ഭൂരിഭാഗവും നേരത്തെ സർക്കാർ ഉദ്യോഗം കിട്ടുന്നതിന് മുമ്പ് ഈ പെൻഷൻ വാങ്ങിയവരായിരുന്നു. അതായത് ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, വിധവകൾക്കാണെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം പെൻഷൻ കിട്ടും. അതുകൊണ്ട് പലരും ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ കിട്ടിത്തുടങ്ങി. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് ആ പെൻഷൻ വേണ്ട എന്ന് അപേക്ഷിക്കാൻ ഒരാളും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം. മാത്രമല്ല, ഓരോ കൊല്ലവും മസ്റ്ററിംഗ് ചെയ്യുന്നു, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു, ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. അങ്ങനെ വ്യാജരേഖ ചമച്ചുകൊണ്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പെൻഷൻ ഇവർ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. സ്മൃതി ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഇവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇതിൽ ഈ 74 പേരിൽ നമ്മൾ അന്വേഷിച്ചതിൽ 60-ലേറെ പേരും CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ സജീവ പ്രവർത്തകരാണ്. മാത്രമല്ല സ്മൃതി, ഈ കയറിയതിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആയതുകൊണ്ട് മിക്കവരും CPIയുടെ ശുപാർശയിൽ കയറിയവരുമാണ്. ചിഞ്ചു റാണിയുടെ വകുപ്പായ മൃഗസംരക്ഷണ വകുപ്പിൽ ഈ 1458 പേർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് CPMുമായും CPIയുമായും അടുത്ത ബന്ധം പുലർത്തുന്നവരും പിന്നീട് കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയവരെല്ലാം ആണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് കിട്ടുന്ന വിവരവും. ശ്രുതി, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തട്ടിപ്പുകാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്.